ഹലോ എവരിവൺ. ഇഷ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നിങ്ങൾക്ക് നമ്മളിപ്പോ കഴിഞ്ഞ പ്രാവശ്യം ഹോട്ട് ടോപ്പിക്സ് എന്ന് പറഞ്ഞ് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തില്ലായിരുന്നോ? അതിന്റെ ഒരു കണ്ടിന്യൂഷൻ പോലെയാണ്. എക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് എക്സാമിന് വരാൻ പോസിബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ട് ഒന്ന് പഠിച്ചു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, തുടങ്ങാം. അപ്പോ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഓൾറെഡി ബേസിക് ക്ലാസ് ആയിട്ടായിരിക്കത്തില്ല നിങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞ നമ്മൾ ചെയ്തപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ബേസിക് ക്ലാസ് ആയിട്ടല്ല നമ്മൾ ക്ലാസ് എടുക്കുന്നത്, മറിച്ച് അപ്പൊ നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ആൾക്കാരല്ലേ. അപ്പോൾ അത് ഒരു റിവിഷൻ മോഡിലാണ് നമ്മൾ ക്ലാസ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ കിട്ടിയതിന് ശേഷം ഞങ്ങൾക്ക് കുറച്ച് സമയം തരും നോക്കാനായിട്ട്. അപ്പൊ ആ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ പ്രശ്നമില്ല, നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു മിനിറ്റ് നിങ്ങളുടെ വീഡിയോ റെക്കോർഡ് ആവുന്നുണ്ടോ ജസ്റ്റ് ഒന്ന് നോക്കിക്കോട്ടെ. ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ക്വസ്റ്റ്യൻ ചെയ്യാൻ കുറച്ച് സമയം തരാം. ഓക്കെ, നിങ്ങൾ എപ്പോഴും കുറച്ച് സമയം എടുത്ത് നിങ്ങൾ ചെയ്തു നോക്കട്ടെ. ഒരു മിനിറ്റ് ആണ് സമയം. പെട്ടെന്ന് ചെയ്യാനോ ഈ ക്വസ്റ്റ്യൻ? കോസ്റ്റ് പ്രൈസ് തന്നിട്ടുണ്ട്, ഡിസ്കൗണ്ട് പെർസെന്റേജ് തന്നിട്ടുണ്ട്, മാർക്കറ്റ് പ്രൈസ് തന്നിട്ടുണ്ട്, മാർക്കറ്റ് പെർസെന്റേജ് മാർക്കപ്പ് പെർസെന്റേജ് അല്ല ഗെയിൻ പെർസെന്റേജ് തന്നിട്ടുണ്ട്, ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട്, ഗെയിൻ പെർസെന്റേജ് തന്നിട്ടുണ്ട്, മാർക്കറ്റ് പ്രൈസ് കണ്ടുപിടിക്കണം. പെട്ടെന്ന് ചെയ്യാൻ നോക്കി. സ്പീഡിൽ ചെയ്യാം. ഓക്കെ, ടൈം കഴിഞ്ഞു. അപ്പൊ നമുക്ക് സോൾവ് ചെയ്യാം. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമുക്ക് ഓവറോൾ കോസ്റ്റ് പ്രൈസ് 280 രൂപ തരുന്നുണ്ട്. ഡിസ്കൗണ്ട് പെർസെന്റേജ് 16, അതേപോലെ ഗെയിൻ പെർസെന്റേജ് 20%. അപ്പോ ഡിസ്കൗണ്ട് പെർസെന്റേജും ഗെയിൻ പെർസെന്റേജും ഒരു ക്വസ്റ്റ്യനിൽ വരുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പ്രൈസിനെ കുറിച്ചോ കോസ്റ്റ് പ്രൈസിനെ കുറിച്ചോ കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. മാർക്കറ്റ് പ്രൈസ് ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇസ് ഈക്വൽ ടു മാർക്കറ്റ് പ്രൈസിന്റെ നേർക്ക് 100 പ്ലസ് ഓർ മൈനസ് പ്രോഫിറ്റ് ഓർ ലോസ് പെർസെന്റേജും കോസ്റ്റ് പ്രൈസിന്റെ നേർക്ക് 100 മൈനസ് ഡിസ്കൗണ്ട് പെർസെന്റേജ്. നമ്മളിതൊരു ഇക്വേഷൻ സോൾവ് ചെയ്ത് കണ്ടുപിടിക്കുന്ന ഒരു പാർട്ടാണ്. ഇതിങ്ങനെ കാണാതെ പഠിക്കണം. ഓക്കെ, ഇത് മാറിപ്പോരുത്. മാർക്കറ്റ് പ്രൈസിന്റെ നേർക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് പെർസെന്റേജ് പ്ലസ് ഓർ മൈനസ് ചെയ്യണം. കോസ്റ്റ് പ്രൈസിന്റെ നേർക്കാണെങ്കിലോ ഡിസ്കൗണ്ട് പെർസെന്റേജ് നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് എഴുതണം. ഓക്കെ, എ ഷോപ്കീപ്പർ സെൽ ഇറ്റ് ബൈ അലോയിങ് 16% ഡിസ്കൗണ്ടും 20% ഗെയിൻ. അപ്പൊ മാർക്കറ്റ് പ്രൈസ് ഇസ് ഈക്വൽ ടു 20% ഗെയിൻ അല്ലേ. അപ്പോ 100 പ്ലസ് 20 പ്രോഫിറ്റ് ആകുമ്പോൾ പ്ലസ് ഇട്ട് എഴുതുക. 100 പ്ലസ് 20% ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസിന്റെ അവിടെ 100 മൈനസ് ഡിസ്കൗണ്ട് പെർസെന്റേജ്. ഡിസ്കൗണ്ട് പെർസെന്റേജ് ഇവിടെ എത്ര? 16. ഓക്കെ, നമ്മള് മുകളിലത്തെ 120% താഴത്തെ വാല്യൂ ഇതിനകത്ത് 16 പോയി 84% ഒന്നും കിട്ടി. ശതമാനം ക്യാൻസൽ ചെയ്ത് പോയി. ഇത് രണ്ടും കൂടെ നമുക്ക് 4 വെച്ച് ക്യാൻസൽ ചെയ്യാം. 4 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 30 എന്നും ഇവിടെ 21 എന്നും വന്നു. വീണ്ടും 3 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 10 എന്നും ഇവിടെ 7 എന്നും വന്നു. ക്വസ്റ്റ്യനില് CP 7 യൂണിറ്റ് എന്നാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 280 റുപ്പീസ് എന്നാണ്. അപ്പൊ നമുക്കറിയാം 7 യൂണിറ്റ് CP ആണ് 280 റുപ്പീസ്. 1 യൂണിറ്റ് 280 ഡിവൈഡ് ബൈ 8. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്? 40 റുപ്പീസ്. 1 യൂണിറ്റ് 40 റുപ്പീസ് ആണെങ്കിൽ നമുക്ക് വേണ്ടത് എന്താ? 10 യൂണിറ്റ്. മാർക്കറ്റ് പ്രൈസ് 10 യൂണിറ്റ്. അപ്പൊ 10 യൂണിറ്റിന്റെ വാല്യൂ ആകുമ്പോൾ എന്താ വേണ്ടത്? 40 × 10 ആകുമ്പോൾ എത്ര? 400 റുപ്പീസ് ആണ് ആൻസർ ആയിട്ട് വരിക. 400 റുപ്പീസ്. ഓപ്ഷൻ എ 400 റുപ്പീസ് ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. മാർക്കറ്റ് പ്രൈസ് എത്ര? 400 റുപ്പീസ്. ചെയ്യുന്ന മനസ്സിലായോ? ഏത് ടൈപ്പ് കൺസെപ്റ്റാ?
ഡിസ്കൗണ്ട് പെർസെന്റേജും ഗെയിൻ പെർസെന്റേജും തന്നിട്ട് മാർക്കറ്റ് പ്രൈസിനെ കുറിച്ചോ കോസ്റ്റ് പ്രൈസിനെ കുറിച്ചോ ആണ് നിങ്ങളുടെ അടുത്ത് ചോദ്യമെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. മാർക്കറ്റ് പ്രൈസ് ബൈ കോസ്റ്റ് പ്രൈസ് is equal to 100 plus or minus profit or loss percentage divided by 100 minus discount percentage. ഓക്കെ, ഇത്രയും മനസ്സിലായോ? അപ്പൊ നമ്മുടെ ആൻസർ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 400. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ, എന്താണ് തന്നിരിക്കുന്നതെന്ന്. കുറച്ച് സമയം തരാം. Question: Mustang buys 2 kg of pulses for 400 and sell it for 440. She also uses the weight of 850 gram instead of 1 kg. Okay. What is Mustang's actual profit percentage? അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നതാണ് 2 കിലോയ്ക്ക് 400 രൂപയാണ് വാങ്ങിയ വില. അയാൾ അത് വിറ്റതാണെങ്കിലോ 440 രൂപയ്ക്കാണ് വിറ്റത്. She also uses 850 gram instead of 1 kg. 1 കിലോയ്ക്ക് പകരം 850 ഗ്രാം ആണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ Mustang's actual profit percentage ആണ് ചോദ്യം എന്ന് പറയുന്നത്. ഓക്കെ, ചെയ്തായിരുന്നോ? ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഡിസ്ഹോണസ്റ്റ് ഡീലർ ചെയ്യുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, നമ്മൾ CP ഉണ്ട് SP ഉണ്ട്, റേഷ്യോ ആയിട്ട് വേണം എടുക്കാൻ. അപ്പൊ വാങ്ങിയത് 400-നും വിറ്റത് 440-നും. ഓക്കെ, രണ്ടാമത്തെ കേസിലെ വെയിറ്റിനുണ്ടായ വ്യത്യാസമാണ്. നമുക്ക് ഇവിടെ പറയുന്നത് 2 കിലോയാണ് കൊടുത്തത്. ഈ 2 കിലോയ്ക്ക് ഓരോന്നും കണ്ടുപിടിക്കണമെന്നില്ല, ഇത് റേഷ്യോ ആയതുകൊണ്ട് തന്നെ ഇതെല്ലാം ക്യാൻസൽ ചെയ്തു പോകും. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോയത് 850 ഗ്രാം ആണ് എന്ന് പറഞ്ഞാൽ 1 കിലോയുടെ സ്ഥാനത്ത് 850 ഗ്രാം ആണ് കൊടുത്തത്. കച്ചവടക്കാരന്റെ കയ്യിൽ നിന്ന് പോയത് എത്രയാണ്? 850 ആണ്. അയാൾക്ക് കിട്ടിയത് എന്തിന്റെ പൈസയാ? കച്ചവടക്കാരന്റെ കയ്യിൽ നിന്ന് പോയത് 850 ഗ്രാമിന്റെ പൈസയും അയാൾക്ക് കിട്ടിയത് 1000 ഗ്രാമിന്റെ പൈസയും. നിങ്ങള് ഇങ്ങനെ വെയിറ്റിന്റെ ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ഇത്ര മാത്രം ഓർത്താൽ മതി. വെയിറ്റ് എഴുതുമ്പോഴ് CP അവിടെ ഡിസ്ഹോണസ്റ്റ് ഡീലറിന്റെ കേസിൽ CP അവിടെ ചെറിയ വാല്യൂ ആണ്. നമ്മൾ കസ്റ്റമറിനെ പറ്റിക്കുന്ന കേസിൽ CP അവിടെ ചെറിയ വാല്യൂ എഴുതുക, SP അവിടെ വലിയ വാല്യൂ എഴുതുക. വെയിറ്റിന്റെ കേസിൽ ഓക്കെ, കസ്റ്റമറിനെ പറ്റിക്കുന്ന കേസിൽ കസ്റ്റമറിനെ പറ്റിക്കുന്ന കേസുണ്ട്, ഡീലറിനെ പറ്റിക്കുന്ന കേസുണ്ട്. ഡീലറിനെയാണ് പറ്റിക്കുന്നതെങ്കിൽ വെയിറ്റ് എഴുതേണ്ടത് CP അവിടെ വലിയ വാല്യൂ എഴുതുക, SP അവിടെ ചെറിയ വാല്യൂ എഴുതുക. ഓക്കെ, ഇനി കസ്റ്റമറിനെ പറ്റിക്കുന്ന കേസിലാണെങ്കിൽ CP അവിടെ ചെറിയതും SP അവിടെ വലിയ വാല്യൂ എഴുതുക. ഓക്കെ, മനസ്സിലായല്ലോ? ഇതിപ്പോ കസ്റ്റമറിനെ പറ്റിക്കുന്നില്ലേ, ഷീ ഓൾസോ യൂസസ് ദ വെയിറ്റ്, കസ്റ്റമറിനെ പറ്റിക്കുന്നതാണ്. അതുകൊണ്ട് CP അവിടെ ചെറുത് എഴുതുക. അപ്പൊ നമ്മൾ ഇനി 0 0 ഇതെല്ലാം റേഷ്യോ ആയതുകൊണ്ട് ഇതെല്ലാം ക്യാൻസൽ ചെയ്തത്, രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതണം. 400 × 840, ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ഇവിടെ എഴുതണം. അപ്പൊ ഇവിടെ ഉള്ളത് ക്യാൻസൽ ചെയ്യുക, ഇവിടെ ഉള്ളത് ക്യാൻസൽ ചെയ്യുക, ഇവിടെ ഉള്ളത് ക്യാൻസൽ ചെയ്യുക. ഒരെണ്ണം ഇവിടെ നിൽക്കണം, ഒരെണ്ണം അപ്പുറത്ത് നിൽക്കണം. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ക്യാൻസൽ ചെയ്യാം. അപ്പൊ ഇതും ഈ 2 0യും ക്യാൻസൽ ചെയ്ത് പോയി. ഈ 4ഉം ഈ 11ഉം നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇല്ലേ, ക്യാൻസൽ 850 ഇത് തന്നെയാണ്. ജസ്റ്റ് ഒന്ന് നോക്കട്ടെ, ഒരു മിനിറ്റ് വെരിഫൈ ചെയ്തോട്ടെ. പെട്ടെന്ന് ക്യാൻസൽ ചെയ്ത് പോയി. ഇവിടെ 2 0 110 ആണ്. ഇവിടുത്തെ 1 0 ബാലൻസ് ഉണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്യുക. 5 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ ഒരു 17 വരും, ഇവിടെ നമുക്കൊരു 22 വരും. എന്ന് പറഞ്ഞാൽ 17:22 ആണ് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത്. ക്യാൻസൽ ചെയ്യുന്ന ഒന്നുകൂടെ പറയണം. 400 440 850
1000. ശ്രദ്ധിച്ചിരിക്കുക, ഈ സീറോയും പോയി, ഈ 2 സീറോയും ഈ 2 സീറോയും പോയി. ഇതും കൂടെ ക്യാൻസൽ ചെയ്തു, അപ്പൊ ഇവിടെ 110 വന്നു. ഇതും കൂടെ ക്യാൻസൽ ചെയ്തു, ഇവിടെ 17 വന്നു. 5 വെച്ചാ ക്യാൻസൽ ചെയ്തേ. അപ്പൊ നമുക്ക് 200, ഇവിടെ 22 വന്നു. അങ്ങനെ ആ 17:20 വന്നു. നമ്മുടെ പ്രോഫിറ്റ് പെർസെന്റേജ് അല്ലേ? പ്രോഫിറ്റ് പെർസെന്റേജ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? പ്രോഫിറ്റ് ഡിവൈഡ് ബൈ CP × 100. പ്രോഫിറ്റ് ഇവിടെ എത്ര? 5 യൂണിറ്റ് അല്ലേ പ്രോഫിറ്റ്. 17 യൂണിറ്റിന് വാങ്ങി, 22 യൂണിറ്റിന് വിറ്റു, അപ്പൊ 5 യൂണിറ്റ്. 5 യൂണിറ്റ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ CP എത്ര? 17 × 100. നമുക്ക് ഇവിടുന്ന് മനസ്സിലാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇതായിരിക്കും അല്ലെങ്കിൽ ഇതായിരിക്കും നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഇനി അത് കണ്ടുപിടിച്ചാൽ മതി. 500 ഡിവൈഡഡ് ബൈ 17 എന്നാണ് നമുക്ക് കിട്ടുക. 500 ഡിവൈഡഡ് ബൈ 17. അപ്പൊ നമുക്കറിയാം 2 വെച്ചിട്ടാണെങ്കിൽ ഇവിടെ 34 വരും. ബാലൻസ് ആണെങ്കിൽ ഒരു 16, 160 ആണ് വരിക. 160 വരുമ്പോ എന്തായാലും 5 വെച്ചിട്ടുള്ള വാല്യൂ ആയിരിക്കത്തില്ല. കാരണം 17 × 5 നമുക്ക് 85 ആണെന്ന് അറിയാം. അപ്പൊ നമുക്ക് എന്താ മനസ്സിലായി? 9 വെച്ചിട്ടുള്ള വാല്യൂ ആണ്. അപ്പൊ 17 × 9 ആണ് നമ്മൾ അവിടെ എഴുതുക. അപ്പോ 29/7/17 ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ഇത് മനസ്സിലായോ? ക്ലിയർ ആയോ? അപ്പൊ നമ്മളിത് ഡിസോണസ്റ്റ് ഡീലിനെ അപ്രോച്ച് ചെയ്യുന്ന കേസ് വഴിയാണ് ഇത് ചെയ്യേണ്ടത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. ജസ്റ്റ് ഒന്ന് റിവിഷൻ പോലെ നോക്കുക. ഓക്കെ, നമ്മുടെ NTPCയുടെ ലൈവ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ NTPC ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊരു നല്ല ചോയ്സ് ആണ്. അപ്പൊ നിങ്ങൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചു നോക്കുക. ഓക്കെ, അപ്പോ ഫ്രഷ് ഫ്രൂട്ടിന്റെ കേസ്, ഫ്രഷ് ഗ്രേപ്സിന്റെയും ഡ്രൈ ഗ്രേപ്സിന്റെയും കേസാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചെയ്യാൻ നോക്കിയേ. ഫ്രഷ് ഗ്രേപ്സിന്റെയും ഡ്രൈ ഗ്രേപ്സിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. പെട്ടെന്ന് ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയിട്ട് ചെയ്യാനായിട്ട് നോക്കി. 1 മിനിറ്റേ ഉള്ളേ നിങ്ങൾക്ക്. 1 മിനിറ്റ് കുറവാണെന്ന് എനിക്കറിയാം, എന്നാലും നമുക്ക് 1 മിനിറ്റേ ഞാൻ തരുന്നുള്ളൂ. നമുക്ക് അങ്ങനെ ക്ലാസ് കുറച്ച് നേരം അങ്ങനെ ചുമ്മാ ഇരുന്ന് വലിച്ചു കിട്ടാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട്. ഓക്കെ, അതുകൊണ്ട് 1 മിനിറ്റ് നിങ്ങൾ മാക്സിമം ചെയ്യാൻ നോക്ക് എന്തായാലും. ഓക്കെ, ഓക്കെ, കഴിഞ്ഞല്ലോ. ഓക്കെ, അപ്പോ ഫ്രഷ് ഗ്രേപ്സ് contain 80% water while dry grapes contain 10%. ഫ്രഷ് ഗ്രേപ്സിനെ ഡ്രൈ ഗ്രേപ്സും അല്ലെങ്കിൽ ഫ്രഷ് ഫ്രൂട്ട് അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ടിന്റെ കേസ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പൾപ്പിന്റെ വാല്യൂ സെയിം ആക്കിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യാനായിട്ട്. ഓക്കെ ആണല്ലോ? അപ്പോ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ഫ്രഷ് ഫ്രൂട്ട്, ഇവിടെ ഡ്രൈ ഫ്രൂട്ട്, വാട്ടർ കണ്ടന്റും ഉണ്ട്, പൾപ്പ് കണ്ടന്റും ഉണ്ട്. ഇവിടെ വാട്ടർ കണ്ടന്റും ഉണ്ട്, പൾപ്പ് കണ്ടന്റും ഉണ്ട്. അപ്പൊ ഇവിടെ 80% വാട്ടർ ആണ്, ഇവിടെ ആണെങ്കിൽ ബാക്കിയുള്ള 20% പൾപ്പാണ്. ഇവിടെ 10% വാട്ടർ ആണ്, ബാക്കിയുള്ള പൾപ്പ് എന്ന് പറഞ്ഞാൽ എത്ര? 90% ആണ്. അപ്പൊ ഈ പെർസെന്റേജും ക്യാൻസൽ ചെയ്തു, നമുക്ക് വരിക 4:1 ആണ് റേഷ്യോ. ഇവിടെ നമ്മുടെ പെർസെന്റേജും ക്യാൻസൽ ചെയ്തു, 1:9 ആണ് നമ്മുടെ റേഷ്യോ ആയിട്ട് വരിക. ഓക്കെ, ഇവിടെ പൾപ്പിന്റെ അളവ് 9 ആണ്, ഇവിടെ പൾപ്പിന്റെ അളവ് 1 ആണ്. അപ്പൊ ഈ 9ന്റെ 1ന്റെ LCM എടുക്കുക, നമുക്ക് അവിടെ ത്രൂ ഔട്ട് 9 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 36:9 ആണ് ഇവിടത്തെ വാല്യൂ, ഇവിടെ 1:9 ആണ് ഇവിടത്തെ വാല്യൂ. ഇനി അടുത്ത ഡ്രൈ ഫ്രൂട്ടിന്റെ വെയിറ്റ് 225 കിലോഗ്രാം എന്ന് തന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 1 + 9 10 യൂണിറ്റ് ആണ്, 225 കിലോഗ്രാം. അപ്പൊ നമുക്ക് അവിടെ 1 യൂണിറ്റിന്റെ വാല്യൂ 225 ഡിവൈഡഡ് ബൈ 10 ആണ്. ഓക്കെ, നമുക്ക് വേണ്ടത് ഫ്രഷ് ഫ്രൂട്ടിന്റെ അളവാണ്. മൊത്തത്തിൽ നമുക്ക് 45 യൂണിറ്റിന്റെ വാല്യൂ ആണ് ഫ്രഷ് ഫ്രൂട്ടിനുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? 45 യൂണിറ്റിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി 1 യൂണിറ്റിന്റെ വാല്യൂ 225 ഡിവൈഡ് ബൈ 10 ആണ്. 45ന്റെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? × 45 ചെയ്യാം. നമ്മളിത് എന്തായാലും പോയിന്റ് വാല്യൂ വരുന്നതായിരിക്കും നമ്മുടെ ആൻസർ. ഓപ്ഷൻ എ ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ഇത് മനസ്സിലായല്ലോ? ക്ലിയർ ആയ ക്വസ്റ്റ്യൻ? പെട്ടെന്ന് ചെയ്യാവുന്നേ ഉള്ളൂ, റേഷ്യോ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ
ഫ്രൂട്ടിന്റെ ഡ്രൈ ഫ്രൂട്ടിന്റെയും ഫ്രഷ് ഫ്രൂട്ടിന്റെയും കേസ് ആണെങ്കിൽ പൾപ്പിന്റെ ക്വാണ്ടിറ്റി സെയിം ആക്കിയിട്ട് വേണം നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ചെയ്ത് കഴിഞ്ഞോ? ഓക്കെ, സമയം മതി, ഇത്ര സമയം മതി. ഓക്കെ, A is thrice as efficient as B. A is thrice as efficient as B എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി ഡയറക്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പൊ A by B is equal to 3/1 എന്ന് കിട്ടത്തില്ലേ? ഓക്കെ, ഇനി ഇപ്പൊ തന്നിരിക്കുന്ന എഫിഷ്യൻസി റേഷ്യോ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഫിഷ്യൻസി is inversely proportional to day അല്ലെങ്കിൽ ടൈം എന്ന് നമുക്ക് പറയാം. കാരണം ഒരാളെ എഫിഷ്യൻസി കൂടുതലാണെങ്കിൽ അയാൾ എടുക്കുന്ന സമയം കുറവായിരിക്കും. ഒരാൾ ഒരുപാട് ജോലി കുറച്ചു സമയത്തിനുള്ളിൽ ഒരുപാട് ജോലി ചെയ്യുന്ന ആള് എന്ന് ഉദ്ദേശിക്കുന്നതാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പോ ഒരാൾ ഭയങ്കര എഫിഷ്യന്റ് ആണെങ്കിൽ അയാൾ കുറച്ച് സമയത്തിനുള്ളിൽ ആ ജോലി ചെയ്യും എന്ന് പറഞ്ഞാൽ ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയും എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അപ്പൊ എഫിഷ്യൻസി റേഷ്യോ 3:1 ആണെങ്കിൽ ടൈമിന്റെ റേഷ്യോ എന്ത് വരും? 1/3 എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താ? ക്വസ്റ്റ്യനില് A takes 24 days less than B. A ആണെങ്കിൽ ബിനെക്കാട്ടിയും 24 ദിവസം കുറച്ചാണ് എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവര് തമ്മിലുള്ള ദിവസത്തിന്റെ വ്യത്യാസം 24. തമ്മിലുള്ള വ്യത്യാസം എത്ര? 2 യൂണിറ്റ്. 2 യൂണിറ്റ് ആണ് 24. 1 യൂണിറ്റ് അപ്പൊ എത്രന്ന് വന്നു? 24 ഡിവൈഡ് ബൈ 2 12 ഡേയ്സ്. 1 യൂണിറ്റ് 12 ഡേയ്സ് ആണെങ്കിൽ A എടുക്കുന്നത് 12 ദിവസം തന്നെ, B എടുക്കുന്നതോ 36 ദിവസമാണ് B എടുക്കുക. ഓക്കെ, ഇനി അടുത്തത് in how many days will the work be completed? രണ്ടുപേരും if they work together in how many days the work will be completed? രണ്ടുപേരും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യാണ്. അപ്പൊ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ 12 ആണ്. LC എടുത്ത് നോക്കണം, അതല്ലേ നമ്മൾ LC മെത്തേഡല്ലേ. 12 36 ആകുമ്പോൾ LC എത്ര? 36 യൂണിറ്റ് ആണ് ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ 36 യൂണിറ്റിന്റെ വാല്യൂ നമ്മൾ 36 ടോട്ടൽ വർക്ക്. ഇനി ഇവരുടെ എഫിഷ്യൻസി വെച്ചിട്ടാണ് നമ്മുടെ നമ്പർ ഓഫ് ടൈംസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കുന്നേ? വർക്ക് ഡിവൈഡ് ബൈ എഫിഷ്യൻസി. ചെയ്യുന്ന വർക്ക് 36 യൂണിറ്റ്, എഫിഷ്യൻസി രണ്ടുപേരും വർക്ക് ചെയ്യുവാണ്. അപ്പൊ രണ്ടുപേരുടെ എഫിഷ്യൻസി നമ്മളിവിടെ ഇനി 1 ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കണം. ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 3 യൂണിറ്റ് എക്കും ബിക്ക് 1 യൂണിറ്റ്, മൊത്തത്തിൽ 4 യൂണിറ്റ്. 3 + 1 4 യൂണിറ്റ്. ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 9 ഡേയ്സ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 9 ഡേയ്സ്. അപ്പൊ നമ്മളിവിടെ ഓർത്ത് വെച്ചിരിക്കേണ്ട ഒരു കാര്യം, ടൈമും എഫിഷ്യൻസിയും എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. എഫിഷ്യൻസിയുടെ റേഷ്യോ 3:1 ആണെങ്കിൽ ടൈമിന്റെ റേഷ്യോ എന്തേ വരത്തുള്ളൂ? 1/3 എന്നേ വരത്തുള്ളൂ. ഓക്കെ, അത് മനസ്സിലായോ? 1/3 എന്നേ വരത്തുള്ളൂ. ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടേ? നമുക്കിവിടെ 24 ഡേയ്സിന്റെ വ്യത്യാസം ഒന്നും തന്നിട്ടുണ്ട്. അപ്പൊ ഇവര് തമ്മിലുള്ള വ്യത്യാസം 2 യൂണിറ്റ് ആണ് 24 ഡേയ്സ്. അപ്പൊ 1 യൂണിറ്റിന്റെ വാല്യൂ 12 ഡേയ്സ്. അപ്പൊ A ആണെങ്കിൽ 12 ദിവസം കൊണ്ടും B ആണെങ്കിൽ 36 ദിവസം കൊണ്ട് ഒരു വർക്ക് ചെയ്ത് തീർക്കും. അപ്പൊ ടൈം ഇസ് ഈക്വൽ ടു വർക്ക് ഡിവൈഡ് ബൈ എഫിഷ്യൻസി ആയതുകൊണ്ട് തന്നെ വർക്ക് എന്ന് പറഞ്ഞാൽ എത്ര? 36 യൂണിറ്റും എഫിഷ്യൻസി എന്ന് പറയുന്നത് രണ്ടുപേരും വർക്ക് ചെയ്യുന്നതുകൊണ്ട് 4. അപ്പൊ ഡിവൈഡ് ബൈ 4 ചെയ്യുമ്പോൾ 9 ഡേയ്സ് ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇത്രയും മനസ്സിലായില്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ ഞാൻ കുറച്ച് സമയം തരാം. സൂരജ് covers 424 kilometers in boat in 48 hours against the stream. Against the stream എന്ന് പറഞ്ഞാൽ എന്താ? ഒഴുക്കിനെതിരായിട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്സ്ട്രീമിൽ പോവാണ്. ഓക്കെ, ഇനി അടുത്തത് and it takes 30 hours with the stream. With the stream എന്ന് പറഞ്ഞാൽ എന്താ? With the stream down streamൽ പോവാണ്, ഒഴുക്കിനനുസരിച്ച് ഡൗൺ സ്ട്രീം. Then find the speed of the stream. Streamന്റെ സ്പീഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സ്പീഡ് ഓഫ് ദ സ്ട്രീം അല്ലെങ്കിൽ കറണ്ട്.
നമ്മൾ എസ് എന്നും സി എന്നൊക്കെ പറയുന്നത് കറണ്ട് അല്ലെങ്കിൽ സ്ട്രീമിന്റെ സ്പീഡ്. ഓക്കെ, ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പെട്ടെന്ന് ഒന്ന് ചെയ്യാൻ നോക്കിയേ ക്വസ്റ്റ്യൻ. കുറച്ച് സമയം തരാം, അപ്പൊ നിങ്ങൾ പെട്ടെന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ. കുറച്ച് സമയം തരാം, നിങ്ങൾ മാക്സിമം സ്പീഡ് ചെയ്യാൻ നോക്ക് കേട്ടോ. ഓക്കെ, സ്റ്റാർട്ടിങ്. അപ്പോ അപ്സ്ട്രീം പോവാൻ എടുക്കുന്ന കിലോമീറ്റർ തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, അവർ തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അപ്സ്ട്രീം സ്പീഡ് കണ്ടുപിടിക്കാലോ. അപ്സ്ട്രീം സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം. ഇവിടെ ഡിസ്റ്റൻസ് 424 ഡിവൈഡ് ബൈ ടൈം 48. ക്യാൻസൽ ചെയ്യാം. നമ്മള് ഇപ്പൊ 8 വെച്ച് ക്യാൻസൽ ചെയ്യാന്ന് വെച്ചോ. അപ്പൊ ഇവിടെ 6 വരും. ഇവിടെ 5 വെച്ചിട്ട് 40 വന്നു. 24 ആകുമ്പോൾ ഇവിടെ നമുക്ക് 8 into 3 ആണ് 24. അപ്പൊ 53 ഡിവൈഡഡ് ബൈ 6 പോയിന്റ് വാല്യൂ ഇട്ട് എഴുതാം. 53 ഡിവൈഡ് ബൈ 6 ആകുമ്പോൾ നമുക്ക് 6 into 9 54 ആണുള്ളത്. പിന്നെ 8 വെച്ചിട്ടാണെങ്കിൽ 48 വരും. അപ്പൊ ബാലൻസ് ഒരു 5 വരത്തില്ലേ. അപ്പോ 5ഉം പിന്നെ 0 കൂടെ ആകുമ്പോ വീണ്ടും 6 വന്നു, 48 വന്നു. 50 ആണ് പിന്നെയും വന്ന് 48 എഴുതി. പിന്നെ 2 20 വന്നു. 20 ആകുമ്പോഴേ ബാലൻസ് ഒരു 2 ആണ് വരിക. 48 ഇവിടെ എഴുതുമ്പോൾ 2 ബാലൻസ് വരും. അപ്പൊ 20 ആവും. അപ്പം 63 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ 8.63 km/h ആണ് അപ്സ്ട്രീം. ഡൗൺസ്ട്രീം ആണെങ്കിലോ, ഇനി അയാൾ തിരിച്ചു വരാൻ ഹി ടേക്സ് വിത്ത് ദ സ്ട്രീം 30 hour ആണ് എടുക്കും. വിത്ത് ദ സ്ട്രീം എന്ന് പറഞ്ഞാലും അവിടെ എന്താ ഡൗൺ സ്ട്രീം ആണ്. അത് ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം. എടുക്കുന്ന ഡിസ്റ്റൻസ് 424 തന്നെയാണ്, ടൈം 30 ആണ്. ഇത് രണ്ടും കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്യുമ്പോൾ നമ്മള് 2 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 2 ഡിവൈഡഡ് ബൈ 15 നോക്കും. ഓക്കെ, ഇനി ഇതിനെ ഒന്ന് ചെറുതാക്കുക എന്ന് പറയുമ്പോഴേ 15 212 ഡിവൈഡ് ബൈ 15 ആകുമ്പോഴേ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 1 വെച്ചിട്ട് 15 വരും. 21 ആകുമ്പോഴും 15 1 വെച്ചിട്ട്. പിന്നെ ബാലൻസ് എന്ന് പറയുന്നത് നമുക്കൊരു 6 2 കൂടെ 62 ആകുമ്പോഴും 15 × 4 60 ആണ്. പിന്നെ പോയിന്റ് ഇടുമ്പോൾ വീണ്ടും 20 ആയി. 20 ആകുമ്പോൾ വീണ്ടും 1 ഇട്ടു. പിന്നെ ബാലൻസ് ഒരു 5 വന്നു. 5ഉം 0 കൂടെ ആകുമ്പോൾ 50 ആകുമ്പോൾ വീണ്ടും 14.13. ഓക്കെ, അങ്ങനെ റൗണ്ട് ചെയ്ത് എഴുതിയിരുന്നാൽ മതി. ഇനി നമുക്കറിയാം കറണ്ടിന്റെ സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്. കറണ്ട് എന്ന് പറഞ്ഞാൽ ഡൗൺ സ്ട്രീം സ്പീഡ് മൈനസ് അപ്സ്ട്രീം സ്പീഡ് ഡിവൈഡഡ് ബൈ 2 അല്ലേ നമ്മുടെ ഇക്വേഷൻ. അപ്പൊ ഇത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്ത് ഡിവൈഡ് ബൈ 2 ചെയ്യാം. രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 14.13 8.63 കൂടെ ആകുമ്പോൾ 0. ഇവിടെ ഒരു 5 വരും. ഇവിടെ 13 8 കുറയ്ക്കുക. അപ്പൊ നമുക്ക് അവിടെ കിട്ടുന്ന എന്താ 5 ആണ്. അപ്പൊ 5.50 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. നമ്മൾ അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് എടുത്തേക്കുന്നത്. അപ്പൊ അതനുസരിച്ചേ വരത്തുള്ളൂ. അപ്പൊ നമുക്ക് കിട്ടുന്ന ഓപ്ഷൻ സി ആയിരിക്കും. ഇതിന്റെ പകുതി എടുക്കുമ്പോൾ എന്തെങ്കിലും 2 വാല്യൂലേ വരത്തുള്ളൂ. ഓക്കെ, അപ്രോക്സിമേറ്റ് വാല്യൂ റൗണ്ട് ചെയ്തെടുത്തോണ്ടാണ് ഈ വാല്യൂസ് വന്നിരിക്കുന്നത്. അപ്പൊ ഡിവിഷൻ ചെയ്ത് തന്നെ എഴുതുക കേട്ടോ. ഓക്കെ, ഇതിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഓർത്തിരിക്കേണ്ടത് ഇത്രേ ഉള്ളൂ. കറണ്ടിന്റെ സ്പീഡാണ് ചോദ്യമെങ്കിൽ ഡൗൺ സ്ട്രീം സ്പീഡ് മൈനസ് അപ്സ്ട്രീം സ്പീഡ് ഡിവൈഡഡ് ബൈ 2. ഇനി ബോട്ടിന്റെ ആണെങ്കിലോ ഡൗൺ സ്ട്രീം സ്പീഡ് മൈനസ് അപ്സ്ട്രീം സ്പീഡ് ഡിവൈഡഡ് ബൈ പ്ലസ് അപ്സ്ട്രീം സ്പീഡ്. ബോട്ടിന്റെ അല്ലെങ്കിൽ സ്റ്റിൽ വാട്ടറിന്റെ ആണ് ചോദിച്ചേക്കുന്നതെങ്കിൽ ഡൗൺ സ്ട്രീം സ്പീഡ് പ്ലസ് അപ്സ്ട്രീം സ്പീഡ് ഡിവൈഡഡ് ബൈ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. If root q plus 1 by root q is equal to 7, what is the value of q square plus 1 by q square? Okay, root q plus 1 by root q is equal to 7.
അങ്ങനെയാണെങ്കിൽ ക്യൂ സ്ക്വയർ പ്ലസ് 1/q² വാല്യൂ പെട്ടെന്ന് കണ്ടുപിടിക്കാം. ചെയ്യാൻ നോക്കിയേ. ഇതിന് കുറച്ച് സമയം പോലെ. ഓക്കെ, ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ √q പ്ലസ് 1/√q എന്ന് q പ്ലസ് 1/√q എത്താൻ വേണ്ടി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇതിന്റെ a പ്ലസ് 1/a എന്ന് പറയുന്നത് x ആണെങ്കിൽ a² പ്ലസ് 1/a² എന്ന് പറഞ്ഞാൽ x² - 2 ആണ്. ഓക്കെ, അപ്പോ ഇവിടത്തെ x² എന്ന് പറഞ്ഞാൽ 7² - 2 47. ഓക്കെ, ഇനി ഇവിടുന്ന് q പ്ലസ് 1/q എന്ന് q² പ്ലസ് 1/q² എത്താൻ എന്താ ചെയ്യേണ്ടത്? 47² - 2. 47² - 2 എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഡേറ്റ് 47 ലാസ്റ്റ് ഡേറ്റ് സ്ക്വയർ ചെയ്യുമ്പോൾ എന്തായാലും 9 വരത്തുള്ളൂ. 9 - 2 7 വരുന്ന ആൻസർ ആയിരിക്കും. ഒന്നുകിൽ ഇതായിരിക്കും അല്ലെങ്കിൽ ഇതായിരിക്കും. ഇനി നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് ഇതിൽ ഏതായിരിക്കും ആൻസർ ആയിട്ട് വരിക. നമുക്ക് 45ന്റെ സ്ക്വയർ എത്രയാണെന്ന് അറിയാം. 45 ലാസ്റ്റ് ഡേറ്റ് 5 വരുന്ന നമ്പറിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ എളുപ്പ വഴി എന്താ? എന്തായാലും ലാസ്റ്റ് ഡേറ്റ് 5 വരുന്ന നമ്പറിന്റെ സ്ക്വയറിന്റെ അവസാനത്തെ 2 ഡേറ്റ് എപ്പോഴും 25 ആയിരിക്കും. ഫ്രണ്ടിലുള്ള നമ്പർ 4 ആണ്. 4ന്റെ തൊട്ടടുത്തുള്ള നമ്പർ ആലോചിക്കുക. 4 × 5 20. 20 25 നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ 45ന്റെ സ്ക്വയറിന് തന്നെ 20 25 വന്നു. അപ്പൊ 47ന്റെ സ്ക്വയർ എന്തായാലും 20 25-നെക്കാട്ടിയും വലുതായിരിക്കും. അപ്പൊ നമ്മുടെ ആൻസർ എന്താ? ഓപ്ഷൻ ഡി. ഓക്കെ, അങ്ങനെ ചെയ്തില്ലെങ്കിൽ ആൻസർ കിട്ടും. ഓക്കെ, ഇത് ക്ലിയർ ആയോ? അപ്പൊ ഇക്വേഷൻ എന്താ? a പ്ലസ് 1/x ആണെങ്കിൽ a² പ്ലസ് 1/a² എന്നാണ് x² - 2 ആണ്. അതേപോലെ a മൈനസ് 1/ax ആണെങ്കിൽ a² പ്ലസ് 1/a² എന്ന് പറഞ്ഞാൽ x² പ്ലസ് 2. ഓക്കെ, സൈൻ വ്യത്യാസമുണ്ട്, അത് ശ്രദ്ധിക്കുക. ഇതിന്റെ ഓപ്പോസിറ്റ് സൈൻ ആണ് ഇവിടെ വരിക, ഇതിന്റെ ഓപ്പോസിറ്റ് സൈൻ ഇവിടെ വരും. ഓക്കെ, ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. കുറച്ച് സമയം തരാം. രണ്ട് ട്രയാങ്കിൾസ് ABCയും RPQവും സിമിലർ ആണെന്ന് പറയുന്നുണ്ട്. ഇതിന്റെ സിമിലാരിറ്റി ആണ് ഉദ്ദേശിക്കുന്നത്. സിമിലർ ആണെന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? അവരുടെ റേഷ്യോസ് ഈക്വൽ ആയിട്ടാണ് വരുന്നത്. സൈഡിന്റെ റേഷ്യോകൾ ഈക്വൽ ആണ്. ഇനി ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC is equal to 16 divided by area of triangle PQR is equal to 25. PQ 4 cm തന്നിട്ടുണ്ട്, QR 6 cm തന്നിട്ടുണ്ട്, PR 7 cm തന്നിട്ടുണ്ട്. AC-യുടെ വാല്യൂ കണ്ടുപിടിക്കണം. പെട്ടെന്ന് ചെയ്യാൻ നോക്കിയേ. ഇതിൽ ഒരുപാട് സമയം എടുക്കേണ്ട കാര്യമില്ല, പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഓക്കെ, കിട്ടുകയാണെന്ന് വിചാരിക്കുന്നു.
അപ്പൊ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ PQR. അപ്പൊ ഏരിയയുടെ റേഷ്യോ ആണ് 16/25 എന്ന് തന്നിരിക്കുന്നത്. അപ്പൊ സൈഡിന്റെ റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഏരിയയുടെ റേഷ്യോ തന്നേക്കുവാണെങ്കിൽ സൈഡിന്റെ റേഷ്യോ കണ്ടുപിടിക്കാം. നമുക്കറിയാം ഏരിയ കണ്ടുപിടിക്കുന്നത് മൾട്ടിപ്ലൈസ് എന്ന് വെച്ചാൽ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണെന്ന് അറിയാം. ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പൊ ഹാഫ് BH ആണ് ട്രയാങ്കിളിന്റെ ഹൈറ്റ്, ഏരിയ എന്നറിയാം. ഓക്കെ, അപ്പൊ ട്രയാങ്കിളിന്റെ ഹാഫ് BH ആണെന്നറിയാം. അപ്പൊ രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ്. അപ്പൊ ഇതിന്റെ റൂട്ട് എടുക്കണം സൈഡുകളെ കിട്ടാൻ. അപ്പൊ നമുക്ക് കിട്ടുന്ന സൈഡുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 4/5 ആണ് സൈഡിന്റെ റേഷ്യോ. ആ സൈഡിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട AC ആണ്. അപ്പൊ നമ്മൾ ഈ ട്രയാങ്കിൾ നോക്കുക, AC ഇവിടെയാണ്. അതിന് സിമിലർ ആയിട്ട് വരുന്ന സൈഡ് ഏതാ? RQ ആണ്. AC ഇങ്ങനെയാണ്, ഇത് രണ്ടും AC സിമിലർ, AC നമ്മൾ എടുത്തേക്കുന്ന സൈഡ് ആണെങ്കിൽ അതിന് സിമിലർ ആയിട്ട് നിൽക്കുന്നത് RQ ആണ്. അപ്പോ നമ്മൾ ABC മോളിലല്ലേ എഴുതിയേക്കുന്നത്. അപ്പൊ AC-യുടെ വാല്യൂ മുകളിലും എഴുതുക, RQ-യുടെ വാല്യൂ താഴെ എഴുതുക. ഇത് സിമിലർ ആണെന്ന് പറയുന്നത്. അപ്പൊ 4/5 റേഷ്യോ ഈക്വൽ ടു AC-യുടെ വാല്യൂ കണ്ടുപിടിക്കണം. RQ-യുടെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. RQ-യും QR ഒക്കെ സെയിം ആണ്, 6. ഇനി നമ്മൾ ക്രോസ് ചെയ്ത് എഴുതുക. അപ്പൊ 24 = 5 AC എന്ന് വരും. AC-യുടെ വാല്യൂ എന്താ? 24 ഡിവൈഡഡ് ബൈ 5. 24 ഡിവൈഡഡ് ബൈ 5 ആകുമ്പോൾ 4.8 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ C ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ, സിമിലാരിറ്റി വരുമ്പോൾ നമ്മൾ ഏരിയയിൽ ശ്രദ്ധിക്കേണ്ട, ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ തന്നേക്കുന്നെങ്കിൽ ആ റേഷ്യോയുടെ റൂട്ട് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? സൈഡിന്റെ വാല്യൂ കിട്ടും. എന്നിട്ട് കണ്ടുപിടിക്കേണ്ട സൈഡ് AC ആണെന്ന് മനസ്സിലായി. അപ്പൊ AC ഈ ട്രയാങ്കിളിലെ ഈ അറ്റത്തും ഈ അറ്റത്തും കിടക്കുന്നതാണ്. അത് സിമിലർ ആയിട്ട് വരുന്ന സൈഡ് ഏതാ? RQ ആയിട്ടാണ് സിമിലർ ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ എഴുതി വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിക്കേ. ഇത് ചെയ്യാനായിട്ടൊന്ന് ശ്രമിച്ചു നോക്കിയേ. പെട്ടെന്ന് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കി. ഒരുപാട് സമയം എടുക്കുന്ന ക്വസ്റ്റ്യൻ ഒന്നും അല്ല. ഓക്കെ, നമുക്ക് നോക്കാം. ഇതെന്ന് പറഞ്ഞാൽ എന്താ? 0.7 സ്ക്വയർ ആണ്. ഇതെന്ന് പറഞ്ഞാൽ 0.7 × 0.9. ഇതെന്ന് പറഞ്ഞാൽ 0.9 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0.7 ഞാൻ A ആയിട്ട് എടുക്കുവാണെങ്കിൽ 0.9 ഞാൻ B ആയിട്ട് എടുക്കുവാണെങ്കിൽ ഇവിടെ എഴുതിയേക്കുന്നത് A² - AB + B² ആണ്. താഴെ എഴുതിയിരിക്കുന്നതാണെങ്കിൽ ഇത് 0.9 ക്യൂബ് അല്ലേ? A³ പ്ലസ് ഇത് 0.7 ക്യൂബ് അല്ലേ? പ്ലസ് B³. അപ്പൊ നമുക്കറിയാം A³ + B³ എക്സ്പാൻഷൻ അറിയാമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചെയ്യാം. A + B × A² - AB + B². ഓക്കെ, A³ + B³ എന്ന് പറഞ്ഞാൽ എന്താ? A + B × A² - AB + B². ഓക്കെ, അപ്പൊ നമുക്ക് മുകളിൽ എഴുതിയിരിക്കുന്നത് A² - AB + B² ആണെന്നറിയാം. താഴെ എഴുതിയിരിക്കുന്നത് A³ + B³ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് വെക്കുക. A + B × A² - AB + B². താഴെ മുകളിൽ നിൽക്കുന്ന ഈ രണ്ട് വാല്യൂസ് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ നമുക്ക് കിട്ടുക 1/0.7 + 0.9 ആണ് കിട്ടുക. എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1/0.16. ഇതിനെ നമുക്ക് 0.16 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയാം? 16/100. അപ്പൊ 1/16/100 എന്ന് വരും. അപ്പൊ 100 മുകളിലും വരും, 16 താഴെയും വരും. 4 വെച്ച് ക്യാൻസൽ ചെയ്യാം. 4 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 25 വരും, ഇവിടെ ആണെങ്കിൽ 4 എന്ന് വരും. ഓക്കെ, ഒരു മിനിറ്റ്. 0.16 അല്ല 1.6 ആണ്, അവിടെ മിസ്റ്റേക്ക് വന്നു. അപ്പൊ ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക
1/1.6 എന്നാ വരുന്നത്. എന്ന് പറഞ്ഞാൽ 1.6 എന്ന് വെച്ചാൽ എങ്ങനെയാ 1.6 16 ഡിവൈഡഡ് ബൈ 10 ആണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 1/16 ഡിവൈഡ് ബൈ 10 എന്ന് വരും. അപ്പൊ 10 മുകളിലും 16 താഴെയും വരും. അപ്പൊ 10 മുകളിലും 16 താഴെയും വരും. നമ്മൾ 2 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 5/8 ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്ന ഓപ്ഷൻ ഡി. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. അപ്പൊ ഫസ്റ്റ് യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ a ക്യൂബ് പ്ലസ് b ക്യൂബ് ആണെന്ന് മനസ്സിലായി. a സ്ക്വയർ a പ്ലസ് b ഇൻറ്റു a സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ ആണെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? നമുക്ക് ഇവിടെ തന്നേക്കുന്നത് എന്തൊക്കെയാ? എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ആണെന്ന് മനസ്സിലായി. അപ്പൊ മുകളിലുള്ളത് എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ. കാരണം 0.7 ഞാൻ എ ആയിട്ട് എടുത്തു, അതേപോലെ 0.9 ഞാൻ ബി ആയിട്ട് എടുത്തു. ഓക്കെ, ഡിവൈഡഡ് ബൈ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ്. എ ക്യൂബ് പ്ലസ് ബി ക്യൂബിനെ ഞാൻ എക്സ്പാൻഡ് ചെയ്ത് എ പ്ലസ് ബി എന്നും എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ എന്നും എഴുതി. എന്നിട്ട് എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് പോയി. അപ്പൊ നമുക്ക് വരിക 1/a പ്ലസ് ബി എന്ന് പറയുമ്പോൾ 1/a പ്ലസ് ബി എന്ന് പറയുമ്പോൾ എത്ര വരുന്നത്? 0.7 പ്ലസ് 0.9 ആകുമ്പോൾ 1.6. അപ്പൊ 1/16 ഡിവൈഡഡ് ബൈ 10 എന്ന് പറഞ്ഞാൽ 10 ഡിവൈഡഡ് ബൈ 16 ക്യാൻസൽ ചെയ്യാ 2 വെച്ചിട്ട്. അപ്പൊ 5/8 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ഇത് മനസ്സിലായോ? ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യൻ. The area of an equilateral triangle whose side is 76 centimeter in square centimeter. Okay, അപ്പോൾ നമുക്ക് ആലോചിക്കേണ്ടത് ഏരിയ ഓഫ് ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഇക്വേഷൻ √3/4 a സ്ക്വയർ. അതിൽ a എന്ന് പറയുന്നത് അതിന്റെ ഒരു സൈഡാണ്. അപ്പൊ അതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്താൽ പോരെ? ഒരു മിനിറ്റ്. √3/4 into a സ്ക്വയർ. അപ്പൊ ഏരിയ √3/4 into a സ്ക്വയർ. അപ്പൊ √3 ഡിവൈഡഡ് ബൈ 4 into എയുടെ വാല്യൂ എന്താ? 76 into 76. അപ്പൊ ഇത് നമ്മള് ക്യാൻസൽ ചെയ്യാ. 4 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 1 ഇവിടെ 36 വരുമ്പോ 19 into 76 എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് 9 into 6 4 വരുന്നത് പിന്നെ ഒരു √3 എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ് വരുന്നത്. √3/4 a സ്ക്വയർ നോക്കി വെച്ചിരുന്നാൽ മതി, ബാക്കി എല്ലാം പെട്ടെന്ന് കിട്ടിക്കോളും. ഓക്കെ, ക്ലിയർ ആയോ? ഇത്രയും ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് കമന്റ് നോക്കുന്ന പോലെ ഫോണിൽ നോക്കി പോവാറുണ്ട്, ലൈവ് ക്ലാസ് പോലെ. ഓക്കെ, അപ്പോ 1444 √3. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. √7 minus √5 divided by √7 plus √5 plus √7 plus √5 divided by √7 minus √5. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാൻ പറ്റുക? ഇങ്ങനെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ √7 minus √5 divided by √7 plus √5. അപ്പൊ ഞാൻ ഒരെണ്ണം എടുത്തു. നമ്മൾ ഡിനോമിനേറ്റർ കാണണം, കാരണം ഓപ്ഷൻ ഒന്നും ഡിനോമിനേറ്റർ ഇല്ല. അപ്പൊ നമ്മൾ കോൺജുഗേറ്റ് വെച്ച് മൾട്ടിപ്ലൈ. നമുക്കറിയാം a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി എന്ന് വെച്ചാൽ എന്താണ്? a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. ഓക്കെ, a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അപ്പൊ നമ്മൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ഇനി അടുത്ത ഏത് വെച്ചിട്ടാ? √7 മൈനസ് √5 √7 മൈനസ് √5. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്നത് √7 മൈനസ് √5 ദ ഹോൾ സ്ക്വയറും താഴെ വരുന്നത് √7 ദ ഹോൾ സ്ക്വയർ മൈനസ് √5 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ √7 മൈനസ് √5 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ √7 സ്ക്വയർ 7 ആണ്, √5 സ്ക്വയർ 5 ആണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇവിടെ ഡിനോമിനേറ്റർ 2 വരും. ഇനി ഇതിന്റെ കോൺജുഗേറ്റ് എടുക്കാന്ന് പറഞ്ഞാൽ അപ്പൊ ഇതിനെ ഇവിടെ വെച്ച് തന്നെ ചെയ്യാം. ഇൻറ്റു √7 പ്ലസ് √5. കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ്, താഴെയുള്ള മൈനസ് ആണ്. ഞാനിപ്പോ താഴെ
മുകളിൽ പ്ലസ് ഉള്ളത് വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ. ഇവിടെ മൈനസ് ആണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് പ്ലസ് ഉള്ളത് വെച്ചിട്ട്. √7 + √5. ഓക്കെ, അപ്പൊ എനിക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ മുകളിൽ കിട്ടുന്നത് √7 + √5 ദ ഹോൾ സ്ക്വയറിന്റെ വാല്യൂ, താഴെ കിട്ടുക √7 + √5 ഇൻറ്റു √7 - √5 അല്ലേ. അപ്പൊ a + b × a - b ആണ്. a² - b² ആകുമ്പോൾ നേരെ കിട്ടിയതുപോലെ തന്നെ 7 - 5 എന്നേ അവിടെയും വരത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്ന രണ്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ √7 - √5 ഡിവൈഡഡ് ബൈ 2 ദ ഹോൾ സ്ക്വയർ ആണ്. ഇനി ഇവിടെയും എന്താ √7 + √5 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്തെന്ന് പറഞ്ഞാൽ a - b ദ ഹോൾ സ്ക്വയർ ആണ്. a - b ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ a² - ab - 2ab + b² ആണ്. a + b ദ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ a² + 2ab + b². എക്സ്പാൻഡ് ചെയ്യുന്നു. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ √7 ന്റെ സ്ക്വയർ ആണ് a² 7. ഇനി അടുത്ത -2 √5 ഇൻറ്റു √7. ഇനി പ്ലസ് √5 ന്റെ സ്ക്വയർ 5. ഇനി അടുത്ത ഇവിടെ ഹോൾ ഡിവൈഡ് ബൈ 2 ഞാൻ ഇട്ടു. ഇനി ഇവിടെ അതേപോലെ തന്നെ √7 ന്റെ സ്ക്വയർ 7 പ്ലസ് 2 ഇൻറ്റു √5 ഇൻറ്റു 7. ഇനി അടുത്ത പ്ലസ് ഒരു 5. നമുക്കറിയാം 7 + 7 14 -2 √2 പ്ലസ് -2 √5 ഇൻറ്റു 7 പ്ലസ് 2 √5 ഇൻറ്റു 7 ക്യാൻസൽ ചെയ്തു. +5 + 5 10 ഡിവൈഡഡ് ബൈ 2 എന്നാണ് 24. നിങ്ങൾക്ക് ഈ ഒരു സൈഡിലല്ലേ കാണാൻ പറ്റാത്ത 24 ഡിവൈഡഡ് ബൈ 2 എന്നാണ് നമുക്ക് വരിക. ആൻസർ എത്ര വരും? 12 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ 12. ഓക്കെ, ചെയ്യുന്ന മനസ്സിലായോ? കോൺജുഗേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, നമുക്ക് ഈ ആൻസർ പെട്ടെന്ന് കിട്ടും. ഓക്കെ, ചെയ്യുന്ന മനസ്സിലായോ? കോൺജുഗേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ആൻസർ നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററിൽ പ്ലസ് സൈൻ ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് മൈനസ് സൈൻ വെച്ചിട്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. അങ്ങനെ ഒന്ന് സോൾവ് ചെയ്താൽ മതി. ഇക്വേഷൻസ് എല്ലാം ഓർത്ത് വെക്കുക. a - b ദ ഹോൾ സ്ക്വയർ = a² - 2ab + b². a + b ദ ഹോൾ സ്ക്വയർ ആണെങ്കിൽ a² + 2ab + b². ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് സോൾവ് ചെയ്തത്. ഇതെല്ലാം എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. നിങ്ങൾക്ക് ഇത് കൺസെപ്റ്റ് ആയിട്ട് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ നിങ്ങൾ പ്രത്യേകം നോട്ടിൽ ഇതൊരു നോട്ടായിട്ട് ജസ്റ്റ് ഒരു റിവിഷന്റെ ഒരു നോട്ടായിട്ട് ജസ്റ്റ് മേക്ക് ചെയ്ത് വെച്ചേക്കുക. കാരണം നിങ്ങൾക്ക് എക്സാമിന് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് വായിച്ച് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയിട്ടൊക്കെ പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ടും ഇതെല്ലാം സോൾവ് ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നന്നായിട്ട് നിങ്ങൾ എക്സാമിന് വേണ്ടി പഠിക്കാൻ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും നന്നായിട്ട് എഴുതാൻ പറ്റും. കോൺഫിഡന്റ് ആയിട്ട് എക്സാം പോയി അറ്റൻഡ് ചെയ്യുക. ഉറപ്പായിട്ടും നല്ലൊരു സ്കോർ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അതേപോലെ ഹാപ്പി ക്രിസ്മസ്. നിങ്ങൾ എനിക്ക് തോന്നുന്നു നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ നന്നായിട്ട് എൻജോയ് ചെയ്യുക. ക്രിസ്മസ് കഴിഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത്, എന്നാലും ഞാൻ പറയുവാണ്. ആ ഒരു സമയത്ത് നമ്മൾ പിന്നെ വീഡിയോ എടുത്തില്ലായിരുന്നല്ലോ. ഓക്കെ, അപ്പൊ താങ്ക് യു. ഹാപ്പി ലേണിംഗ്.